അപ്പോൾ എല്ലാവർക്കും ബാബൂസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റേഷൻ അരി കൊണ്ട് ഒരു പുട്ടാണ്, അടിപൊളി പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ പുട്ട്, നല്ല ടേസ്റ്റിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓളും ക്ലിക്ക് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമ്മുടെ റേഷൻ അരി ഒന്ന് കുതിർക്കാൻ വെക്കാം. നമ്മൾ ചോറിനായി ഉപയോഗിക്കുന്ന പുഴുങ്ങലരി തന്നെയാണ്. ഇത് രാവിലെയാണ് പുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ രാത്രി തന്നെ കുതിർക്കാൻ വെക്കുക. ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കാം. നമ്മൾ മിക്സിയിൽ അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ഇത്ര ഒരു തരി വേണം. ഇനി നമ്മുടെ കഴിക്കുന്ന ചോറ് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് കട്ടാക്കി എടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ട് നമുക്കൊന്ന് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് അടിച്ചെടുക്കണം. നന്നായി അടിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ ആദ്യത്തെ കൂട്ടിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് കുഴയ്ക്കാം. ഇതിലേക്ക് നമ്മുടെ ചോറ് അടിച്ചത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ അരിപ്പുട്ട് ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്, അതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ ഈ ചോറിൻ്റെ കൂട്ട് ചേർക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ തേങ്ങയും പുട്ടും ഒന്ന് തയ്യാറാക്കി എടുക്കാം. നമുക്കിത് ഇതിന് മേലെ വെച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് ആവി വെക്കാം. നന്നായിട്ട് ആവി വരുന്നുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ പുട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ സോഫ്റ്റിയാണ്. ഇതുപോലെ നമുക്ക് നമ്മുടെ മുഴുവൻ പുട്ടും തയ്യാറാക്കി എടുക്കാം. ഞങ്ങളുടെ വീട്ടിൽ കുറേ ആൾക്കാരുണ്ടായതുകൊണ്ട് ഇത്രയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് അടിപൊളി പുട്ടാണ്. നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. ഇതിന് മുമ്പ് ഇതിൻ്റെ സോഫ്റ്റ് ചെയ്യാനുണ്ട് നോക്കാം. അടിപൊളി സോഫ്റ്റാണ്. ഇതിൽ ചോറ് ചേർത്തുകൊണ്ടാണ് ഇത്രയും സോഫ്റ്റ് കിട്ടിയത്. നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ കൂടെ ചെറുപയർ കറിയാണ് എടുക്കുന്നത്. മീൻ കറിയും ചിക്കൻ കറി ആയാലൊന്നും കുഴപ്പമില്ല, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓളും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.